ഒരാഴ്ച വെക്കേഷനിൽ ഞങ്ങൾ കോഴിക്കോട് പോയ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനും ലിജിതേച്ചും പിന്നെ രജിച്ചേട്ടനും കുട്ടിയും കൂടെ ആയിട്ടോ പോയത്. തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ട്രെയിനിൽ. പിന്നെ തിരുനാവായ തിരൂരൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പിന്നെ കോഴിക്കോട് എത്തി. കോഴിക്കോടൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എസ്കലേറ്റർ പോണ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. മെയിനായിട്ട് അന്ന് എന്താ പറയുക, ലൈറ്റ് ഷോ ഉണ്ടായിരുന്നല്ലോ കോഴിക്കോട് നടന്നിരുന്നില്ലേ. ലൈറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മിഠായി തെരുവിൽ എത്തിയിട്ട് ആദ്യം വാച്ചൊക്കെയാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങി. അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊരു 9-10 മണിയാകുമ്പോഴത്തേനൊക്കെ ഞങ്ങൾ ഏകദേശം എത്തി കേട്ടോ. ഞങ്ങളൊരു തലയ്ക്കൊന്ന് തുടങ്ങി. കാര്യമായിട്ടുള്ള പർച്ചേസിങ് നടന്നോ ചോദിച്ചാൽ ഇല്ല. എന്ന് എടുക്കേണ്ട സാധനങ്ങൾ എടുത്തോ ചോദിച്ചാൽ ഇല്ല. വേറെ എന്തൊക്കെയോ ഞങ്ങൾ നോക്കി എടുത്തു. 30 രൂപ അങ്ങനെ 20 രൂപ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ നോക്കി. ആ കടകളിലൊക്കെ കയറി ഞങ്ങൾ കമ്മൽ, ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റമൊക്കെ കുറേ എടുത്തു കേട്ടോ. ക്രാബും എടുത്തു. അതൊക്കെ നല്ല വെർത്തായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ കുറേ മോതിരങ്ങളൊക്കെ നോക്കി. ഇപ്പോൾ ഇതൊക്കെയാണല്ലോ ട്രെൻഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ പാകിസ്ഥാനിയും ടോപ്പും ട്രെൻഡാണല്ലോ. അപ്പോൾ അത് 2 എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെരുപ്പ് നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ചേച്ചി മാല നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറേ മാലകളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ട്രഡീഷണൽ ലുക്കുള്ള മാലയാണ്. ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.